Welcome to Word Power English Classroom. This episode is going to teach you phonetics. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഫണറ്റിക്സിനെ കുറിച്ചുള്ളതാണ്. എന്ന ശബ്ദമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എന്നുള്ള ശബ്ദം നമ്മൾ സാധാരണയായി പറയുന്ന പല വാക്കുകളും എന്ന ശബ്ദത്തിൻ്റെ ഉപയോഗം വരുന്ന വാക്കുകളാണ്. ഫോർ എക്സാമ്പിൾ ബേർഡ്. അതെങ്ങനെയാണ് ഫണറ്റിക്സ് ട്രാൻസ്ക്രിപ്ഷനിൽ എഴുതുന്നതെന്ന് നോക്കുക. ഇ എന്നത് തിരിച്ചെഴുതുന്ന രീതിയിലിട്ട് രണ്ട് ദീർഘം കൊടുക്കുന്നതോടെ അത് എന്ന ശബ്ദമായി. ബേർഡ്, വേർഡ്, ബേസ്റ്റ്, ഫേസ്റ്റ്, ബേർഡൻ, ബേർഡൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് കേൾ, കേൾ, ഗേൾ, ഏർലി, സെർച്ച്, സർ, സർ. ഓക്കെ, കുറച്ചുകൂടി വാക്കുകൾ നോക്കാം. ജേർണൽ, ജേർണി, ജേർണി, സർവീസ്, സർവീസ്, ഡേർട്ടി, ഡേർട്ടി, വെർട്ടിക്കൽ, വെർട്ടിക്കൽ, merge, merge. See the word merge. HERD, herd, world, were, WERE, were എന്ന് പറയും. അപ്പോൾ WHEREയോ വേയ. അത് രണ്ടും വ്യത്യസ്തമായ ശബ്ദം തന്നെയാണ്, പക്ഷേ ചിലർ രണ്ടും ഒരുപോലെയാണ് പറയാറ്, ശ്രദ്ധിക്കണം. were, kernel, courtesy, courtesy, surgeon, occur, occur എന്ന് പറയേണ്ടതില്ല, occur, occur, സർക്യൂട്ട്, സർക്യൂട്ട് അല്ല സർക്യൂട്ട്, കണ്ടോ, സർക്യൂട്ട് അല്ല സർക്യൂട്ട്. ബേൺ, ഏൺ, ചേൺ, CHURN, ചേൺ, YEARN, യേൺ. യാ ശബ്ദം എങ്ങനെയാണ് എഴുതുന്നത് നോക്കൂ. ജെ എന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ് പോലെയാണ് എഴുതുക. യേൺ, യേൺ. വേസ്റ്റ്, വേഴ്സ്റ്റ്, WRST, വേഴ്സ്റ്റ്. ഏർണിസ്റ്റ്, ഏർണസ്റ്റ് അല്ല ഏർണിസ്റ്റ്, ഏർണിസ്റ്റ്. ലേണിഡ്, ഉണ്ടാ, ലേണഡ് അല്ല ലേണിഡ്, PEARL, പേൾ, പേൾ. ഇങ്ങനെ കറക്റ്റ് ഉച്ചാരണം വരുമ്പോഴാണ് ഇംഗ്ലീഷ് മനോഹരമായി നമുക്ക് ഫീൽ ചെയ്യുക. ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ തന്നെ പറയാൻ ശ്രമിക്കുക. ചിലരൊക്കെ അത് പറയുന്നതിൽ വലിയ ഒരു മടി കാണിക്കാറുണ്ട്. ആ മടി മാറ്റിയെടുക്കുക, സ്വയം തന്നെ മാറ്റിയെടുക്കുക, എന്നിട്ട് ശരിയായ ഉച്ചാരണം തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദാറ്റ് ഈസ് ഓൾ ഇൻ ദിസ് എപ്പിസോഡ്. താങ്ക് യു വെരി മച്ച്.